നമസ്കാരം. ശബരിമലയിൽ വീണ്ടും ആസൂത്രണ പാളിച്ച എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് അതിഭീകര ഭക്തജന പ്രവാഹമാണ് ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ശരണം വിളികൾ ഉയരേണ്ട പാതകളിൽ നിന്ന് ഉയരുന്നത് ജീവനും ജീവശ്വാസത്തിനും വേണ്ടിയുള്ള മുറവിളിയാണ്. എന്തുകൊണ്ട് ശബരിമലയെ ചൊല്ലി ഇത്രയും വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ പോലും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്ന് മണ്ഡലകാലത്ത് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല? എന്തുകൊണ്ട് നടത്തിയ മുന്നൊരുക്കങ്ങളൊക്കെ പാളി? ഭക്തജന സാന്നിധ്യം നിയന്ത്രിക്കാൻ കഴിയാതെ സംവിധാനം തളർന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മണ്ഡല മാസത്തിന്റെ ആരംഭത്തോടെ ശബരിമല പുണ്യപർവ്വത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് വൻ തിരക്കിന്മേൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഭരണ സമ്പ്രദായം. വർഷം തോറും ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ ദേവസ്വം ബോർഡും സർക്കാരും പരാജയപ്പെടുന്നുവെന്ന വിമർശനം വീണ്ടും ശക്തമാവുകയാണ്. ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി ഉണ്ടായ വൻ തിരക്ക് ഒരു ഭക്തയുടെ മരണത്തിലേക്കാണ് നയിച്ചത് എന്നത് തന്നെ ഈ പാളിച്ചയുടെ ഗൗരവം മനസ്സിലാക്കാൻ മതിയാകും. ഭക്തജനങ്ങളുടെ വരവ് പുതിയ ഒന്നല്ല ശബരിമലയിൽ. പ്രത്യേകിച്ചും മകരവിളക്ക് കാലങ്ങളിൽ ശബരിമലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നുവെന്നത് പ്രവചനീയമായ കാര്യമാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ട്രാഫിക് നിയന്ത്രണം, ക്യൂ മാനേജ്മെന്റ്, മെഡിക്കൽ സൗകര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ശുചിത്വം, ജലം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം വർഷം തോറും പരാജയപ്പെടുന്നു എന്നതാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനം. അടിച്ചുമാറ്റാൻ കാണിക്കുന്നതിന്റെ 100-1 ജാഗ്രത മതിയല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ. എന്നാൽ അതിനും നേരമില്ലാത്ത അവസ്ഥ പരിതാപകരമാണ്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള വലിയ ക്യൂ സമയത്ത് കുത്തി നിറഞ്ഞ ആളുകൾക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. ഇത്തവണയും അതേ കഥയാണ് ആവർത്തിക്കുന്നത്. ക്യൂ നീക്കം മന്ദഗതിയിലായതോടെ തിരക്ക് ഒരിടത്ത് നിറഞ്ഞു നിന്നു. ഈ സാഹചര്യത്തിൽ ഒരു ഭക്ത വീഴുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. എത്രയും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ട തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്തരം മരണങ്ങൾ വീണ്ടും സംഭവിക്കുന്നത് ശബരിമലയുടെ ഭരണപരിപാലന സംവിധാനത്തെ കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ മുന്നോട്ട് വയ്ക്കും. പോലീസ് സേന വലിയ തോതിൽ വിന്യസിച്ചിരിക്കുമ്പോഴും തിരക്ക് മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ കഴിയാതെ പോകുന്നത് പദ്ധതി പ്രവർത്തനത്തിന്റെ പൂർണ്ണമായ പാളിച്ചയാണ്. ഒന്നാമതായി, തിരക്ക് ഏത് സമയത്ത് ഏറ്റവും കൂടും, എങ്ങനെ ആളുകളെ പതുക്കെ നീക്കാം തുടങ്ങിയ കാര്യങ്ങൾക്കായി മുൻകൂട്ടി തയ്യാറാക്കേണ്ട കണ്ടിജൻസി പ്ലാൻസ് ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. രണ്ടാമതായി, ഭക്തർ കൂടുതലായി എത്തുന്ന ദിവസങ്ങൾ കൃത്യമായി പ്രവചിക്കാതിരിക്കുക. ബുക്കിംഗ് സിസ്റ്റം, വിർച്വൽ ക്യൂ എന്നിവ ഉണ്ടായിട്ടും മാനേജ്മെന്റ് അതിനനുസരിച്ച് കാര്യങ്ങൾ വേണ്ട രീതിയിൽ ക്രമീകരിച്ചിട്ടില്ല. ഇത് പോലീസിനെ പെട്ടെന്നുള്ള ആക്ഷൻ മോഡിലേക്ക് തള്ളുകയും പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് വിലയിരുത്തൽ. ഈ അവസരത്തിൽ ദേവസ്വം ബോർഡിന്റെ ആസൂത്രണ തകരാർ വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണ്. അടിച്ചുമാറ്റാൻ കാണിക്കുന്ന ജാഗ്രത സംരക്ഷിക്കാനും ക്ഷേത്രം നിലനിർത്താനും കാണിക്കുന്നില്ല എന്നതാണ് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ ശബ്ദം. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വർഷങ്ങളായി വിവാദത്തിലാണ്. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എല്ലായിടത്തും തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ കാര്യങ്ങൾ വർഷം തോറും താൽക്കാലിക പരിഹാരങ്ങളിലേക്കാണ് ചുരുങ്ങുന്നത്. റോഡ് വികസനം, പാർക്കിംഗ് സൗകര്യങ്ങൾ, ക്യൂ കോംപ്ലക്സ്, താൽക്കാലിക താമസ സൗകര്യങ്ങൾ, ഹെൽത്ത് പോയിന്റുകൾ, ജലവിതരണം, മലിനീകരണ നിയന്ത്രണം ഇവ ഒന്നും തന്നെ മതിയായ രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ് ഭക്തജനങ്ങളുടെ ഏകകണ്ഠമായ വിമർശനം. ശബരിമലയുടെ സ്വർണം മോഷ്ടിച്ചത് കഴിഞ്ഞ മാസങ്ങളിൽ വലിയ വിവാദത്തിന് ഇടവരുത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ സ്വർണ്ണാലങ്കാരങ്ങളും സ്വർണ്ണ പ്ലേറ്റ് ചെയ്ത ഘടനകളും സംബന്ധിച്ച രേഖകളിൽ ഉണ്ടായ അസംബന്ധതകളും കൃത്യതയില്ലാത്ത കണക്കുകളും ദേവസ്വം ബോർഡിന്റെ ഭരണഘടനയെയും വിശ്വാസ്യതയെയും ചോദ്യം ചെയ്തു. സ്വർണത്തിന്റെ തൂക്കം, ഉപയോഗിച്ച അളവ്, സംഭരണം, മാറ്റങ്ങൾ എന്നിവ സംബന്ധിച്ച വ്യക്തതയില്ലായ്മ പരിഷ്കാരങ്ങൾക്ക് വഴിയൊരുക്കേണ്ടതായിരുന്നുവെങ്കിലും അതിനുള്ള നടപടികളൊന്നും ഉണ്ടായില്ല എന്നതായിരുന്നു വാസ്തവം. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ തിരക്കും മരണവും കൂടി ചേർത്തപ്പോൾ പുതിയ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തന രീതിയും വീണ്ടും വിമർശനം ഉയർത്തുകയാണ്. ശബരിമലയിൽ എത്തുന്ന ഭൂരിഭാഗം തീർത്ഥാടകരും വർഷം തോറും വരുന്നവരാണ്. അവർ ഉന്നയിക്കുന്ന ഒരേ ഒരു ആവശ്യം തിരക്ക് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാത്തത് പുതുമയല്ല. അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സ്ഥിരമായ ഒരു മാസ്റ്റർ പ്ലാൻ വേണം എന്നതാണ്. ഓരോ വർഷവും താൽക്കാലിക ഷെഡുകൾ ചേർക്കുന്നതും ക്യൂകൾ സൈഡ് മാറ്റുന്നതും കൊണ്ടല്ല പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഭക്തർ കൂടുതൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സന്നിധാനത്തിൽ സമയം ചെലവഴിക്കാനുള്ള അസൗകര്യം, കുത്തി നിറഞ്ഞ ക്യൂകൾ, പമ്പയിൽ ശുചിത്വ കുടിവെള്ള സൗകര്യങ്ങളുടെ കുറവ്, ആരോഗ്യ അടിയന്തരാവസ്ഥകളിൽ പ്രതികരണം പോലും ഇല്ലാതിരിക്കുന്നത് എന്നിവയാണ്.
സർക്കാരും ദേവസ്വം ബോർഡും ഈ വർഷവും മണ്ഡലകാലത്തിന് വലിയ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യാഥാർത്ഥ്യം അതിന് വിരുദ്ധമായിരുന്നു. സർക്കാരിന്റെ കാര്യങ്ങൾ ഇനിയെങ്കിലും ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരു ശബരിമല മാസ്റ്റർ കോർഡിനേഷൻ സെൽ, സാങ്കേതിക പിന്തുണയോടെയുള്ള തിരക്ക് നിയന്ത്രണ സംവിധാനം, പമ്പയ്ക്കും സന്നിധാനത്തിനുമിടയിൽ ക്രോഡഡ് ഫ്ലോ എഞ്ചിനീയറിംഗ്, മെച്ചപ്പെട്ട ഹെൽത്ത് റെസ്ക്യൂ സംവിധാനം, സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യ നവീകരണം, ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ധനകാര്യ നിർമ്മാണ പരിപാടികളിൽ ഓഡിറ്റിംഗ് ട്രാൻസ്പെറൻസി, ഇത്തരം നടപടികൾ ഇനിയെങ്കിലും ഉണ്ടായില്ല എങ്കിൽ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ശബരിമല ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വർഷം തോറും ലക്ഷങ്ങൾ വരുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാത്തത് വലിയ ആപത്തുകൾക്ക് ഇടവരുത്തും. അതിനാൽ ശ്രീ ധർമ്മശാസ്താവിന്റെ വിശുദ്ധ സ്ഥാനത്തേക്കുള്ള തീർത്ഥാടനം ഭക്തർക്കൊരു പരിശുദ്ധാനുഭവമായി നിലനിൽക്കണമെങ്കിൽ ഉത്തരവാദ സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനം പുനഃപരിശോധിക്കേണ്ടിയിരിക്കും. ഇന്നത്തെ വൻ തിരക്കും മരണവും ശബരിമല ഭരണ സംവിധാനത്തിന് ഒരു വലിയ മുന്നറിയിപ്പാണ്. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ആസൂത്രണ പാളിച്ചകൾ ഇനി അംഗീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഗോൾഡ് പ്ലേറ്റിംഗ് വിവാദം മുതൽ ക്യൂ മാനേജ്മെന്റിലെ പരാജയങ്ങൾ വരെ എല്ലാം ചേർന്നപ്പോൾ ഭക്തരുടെ സുരക്ഷ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോഴും ഭരണകൂടത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം ഭക്തർക്ക് ആത്മീയാനന്ദവും ഭക്തിപൂർണമായ അനുഭവവുമാണ്. എന്നാൽ അതിനെ സുരക്ഷിതമാക്കുക, സുലഭമാക്കുക, സൗകര്യപ്രദമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്വമാണ്. അത് ഭരണകൂടം ഇനിയെങ്കിലും മറന്നുപോകരുത്.